പത്മനാഭ ഒരു സൂപ്പർ കോൾ കിട്ടിട്ടുണ്ടാ. തലേന്ന് ഗസ്റ്റിന് വാങ്ങി അധികം വന്ന അൽഫഹോ 4 പൊറോട്ടയും കഴിച്ചാണ് ഇന്ന് തുടങ്ങിയത്. ഇത് തുടങ്ങാനുള്ള ഒരു ആരംഭമാണെന്ന് തോന്നുന്നു. ഞാനും അങ്ങനൊന്നും കഴിക്കാറില്ല, പിന്നെ കഴിക്കുമ്പോ കഴിച്ചോണ്ടേയിരിക്കും. അത് കഴിപ്പ് കണ്ടപ്പോഴേ മനസ്സിലായി. 11 മണിക്ക് ഫ്രഷായി ഇന്നത്തെ 4 ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിച്ചു. ഓ, അവിടെ ഇനി കൊണ്ടുവരാനൊന്നുമില്ല. ഇഡലിയല്ലേ ഇരിക്കുന്നത്. എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന്. ശേഷം ഒരു ഗ്ലാസ് തണ്ണിമത്തങ്ങയും മൂസമ്പിയും കഴിച്ച് ഇത്തായിവായിട്ട് അപ്പിയുടെ അടുത്തോട്ട്. ഈ 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി മീൽസ്, മത്തിയും ചീനിയും പപ്പടവും മുട്ടയും മീൻകറിയും കേരക്കറിയും നാരങ്ങാച്ചാറും മാങ്ങാച്ചാറും എല്ലാം കൂട്ടി 12 മണിക്ക് ഒരു ലളിതമായ ഊണ് കഴിപ്പിച്ചിട്ടാണ് അപ്പി അവിടെ നിന്ന് വിട്ടത്. ജീവിതത്തിൽ ഒരിക്കലും മട്ടക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി ഊണൊഴിക്കല്. പിന്നെ ഇത്താടെ വീട്ടിലേക്ക് അവിടെ ചെന്നിട്ട് ഇത്ത വണ്ണം കൂട്ടാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ലേഹ്യം കുറച്ചെടുത്ത് തിന്നു. ശേഷം പേട കഴിച്ചു. എല്ലാം കഴിച്ചില്ല, പച്ചയും നീലയും ചുമപ്പും മഞ്ഞയും വയലറ്റും ഓരോന്ന് വെച്ച് കഴിച്ചു. വിശപ്പ് മാറുന്നില്ലെങ്കിലേ വല്ല കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലുമൊക്കെ കലക്കിക്കൊണ്ട് കൊടുക്ക. 10 കൊണ്ട് നിറയട്ടെ. ഫുഡിന്റെ പണിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് 2 മണിക്ക് സൈറ്റിൽ വന്ന് വാപ്പായും കൊണ്ട് ഒരു ചോറ് കഴിക്കാൻ പോകുന്നെന്ന് അറിഞ്ഞത്. ഇവിടുത്തെ ബിരിയാണി ഞാൻ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞാനും ന്യൂട്രലിൽ കയറിപ്പോയി. ചിക്കൻ ബിരിയാണിയും തട്ടി അവിടെ നിന്ന് ഇറങ്ങാൻ നേരം ചില്ലുകൂട്ടിൽ ഒരു സാധനം കണ്ടു. എരിവായിരുന്നെന്ന് പറഞ്ഞപ്പോൾ വാങ്ങിത്തന്ന ഫ്യൂസും കഴിച്ച് സൈറ്റിലോട്ട്. 3 മണിക്ക് ചില്ലുകൂട്ടിന്ന് വാങ്ങിയ ഒരു ഏത്തയ്ക്കാപ്പം കഴിച്ചു. ആൾക്കാരുണ്ടായിരുന്നു ഒന്നേ കിട്ടിയുള്ളൂ. പക്ഷെ ഒരു സർപ്രൈസ് വാപ്പ തന്നു. ടടേ. പിന്നെ ആരോടും ഒരു പരാതിയും പരിഭവവും ഒന്നും ഇല്ലാതെ ഞാൻ അതൊക്കെ കഴിച്ചു തീർത്തു. കുറച്ച് ഓവറായി. ശരിയാ, ഇനി 5 മിനിറ്റത്തേക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല. ശരിക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിലേ പല്ല് കുത്തി പോലെ ഇരിക്കും. തന്നെ എന്നെ കണ്ടോ? ഉച്ചയ്ക്കാരും ഇല്ലാത്തതുകൊണ്ട് ഉമ്മ കഞ്ഞിയും പയറുമായിരുന്നു വെച്ചത്. ഉള്ളത് കൊണ്ട് ഓണം പോലെയെന്ന് കരുതി കഞ്ഞിയും കുടിച്ച് ഒരു പഴവും തിന്നിരിക്കുമ്പോഴാണ് പുറത്തു പോയി കഴിക്കുന്നത് കേട്ടത്. മേക്കപ്പ് ഒന്നും ഇടാൻ ഞാൻ നിന്നില്ല. ഇച്ചിരി ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് ഇറങ്ങി. ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. എന്താ വേണ്ടത്? ഞാൻ എടുത്തോളാം. തട്ടുകടയാണ്. പെട്ടെന്ന് എന്നില്ലെങ്കിൽ സാധനം തീർന്നു. 5 പൊറോട്ടയും ഒരു സെറ്റ് ബീഫും വാങ്ങിച്ചുകൊണ്ട് ഞാൻ തുടങ്ങി. ഒന്നും വേണ്ട സോളമാ. ബാക്കി എന്തെങ്കിലും ഉണ്ടാവോ നോക്കട്ടെ. ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം മതി. ഇടയ്ക്കൂടെ ജീരക സോഡയും കുടിച്ചു. അതൊതുക്കി തീർത്തപ്പോഴത്തേക്കും ഓർഡർ ചെയ്തിരുന്ന 2 ലെഗ് പീസും എത്തി. നല്ല കരിമുരാന്നിരിക്കുന്ന ലെഗ് പീസ്. അതിന്റെ കൂടെ തിന്നാൻ ഒരു പൊറോട്ടയും കൂടെ വാങ്ങിച്ച് ഞാൻ ഇത് രണ്ടും കൂടെ കൂട്ടിയടി. അങ്ങനെ ഇതെല്ലാം കഴിച്ച് ലാസ്റ്റത്തെ ഐറ്റത്തിന് വേണ്ടി കാത്തിരുന്നു. ഈ ഇരിക്കുന്ന മുതലാളിയോട് എന്തെങ്കിലും പൂർവ്വ വൈരാഗ്യമുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഭക്ഷണം കഴിക്കുന്ന രീതി കണ്ടിട്ട് അങ്ങനെ തോന്നി. താറാമുട്ടയുടെ ഡബിൾ ബുൾസൈ. ഞാനൊന്നും കഴിക്കാതെയാണ് വന്നതെന്നാണ് ഇവരുടെ വിചാരം. ഞാൻ എന്തെങ്കിലും കഴിച്ചെന്നറിഞ്ഞാൽ വാപ്പായ്ക്ക് എന്തെങ്കിലും മതിയെന്നും പറഞ്ഞ് വീട്ടിലുണ്ടാക്കും. നീ പകപോക്കാണല്ലേടാ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.